ഹലോ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യണോ? അല്ല ഇപ്പൊ ജോലിയൊന്നുമില്ല. ഇത് സെറ്റാണ്. ഞാൻ പോയിട്ട് മരിക്കണം, ഉറപ്പായിട്ട് മരിക്കണം. മരിക്കണം. അമ്മേ, ഒരു ചായ. വിധിയില്ല. പിള്ളേരോട് വിശന്നിട്ട് പാളിയും പാല് കുടിക്കണം. അത് കൊള്ളാം. അയ്യേ, വലിച്ചു കുടിച്ചോ. ഗ്ലാസ് കുടിച്ചില്ലേ? അപ്പുറത്ത് കട്ടൻ ചായ ഇരിപ്പുണ്ട്. അളിനെ അത് പോയി കുടി. ബാക്കി മോള് ഞാൻ കുടിക്കാം. ഇനി ചോദിക്കരട്ടാ, തീർന്നു പോയി. എന്നാ കുടിച്ചു? ഞാനത് കരണ്ടാട്ടാ. എന്താ പേര്? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ചേട്ടൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. ഒരു ആംഗിള ചെറുക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ആളെ കണ്ടില്ലല്ലോ. അവൻ ബാംഗ്ലൂർ പോയിരിക്കുക ഒരു ഇന്റർവ്യൂവിനെ. ഒരു ഫിലിം ഡയറക്ടർ പെങ്ങളെ കണ്ട ആ പൂപ്പുകൾക്കൊന്നും കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ അച്ഛാ? കൊടയണ്ട, തീർന്നു സാധനം. എടാ മെല്ലെ കുടിയടാ. എന്നാലും എന്താ അങ്ങനെ പറഞ്ഞ്? എങ്ങനെ? ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണ്. മോശക്കാരനാ? ബാംഗ്ലൂരാണ് അത്ര. ബാംഗ്ലൂര് അവളുടെ ഭർത്താവ് തെണ്ടി കാട്ടുമാക്കന്റെ വില പോലും എനിക്കില്ലടാ. അതില്ല. ഇല്ലേ? എന്നാ നീ കേട്ടോ, എനിക്കും വില വരും. എൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്, നീ ഒന്ന് കേട്ടു നോക്ക്. എന്നാ നിനക്ക് വല്ല പ്രൊഡ്യൂസേഴ്സിനെയും കണ്ടു നോക്കിക്കൂടെ? കലാബോധമില്ലാത്ത അവരോടൊക്കെ എൻ്റെ പട്ടി പറയും. പ്രൊഡ്യൂസർമാരില്ലാതെ എങ്ങനെ സിനിമ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നീ എന്താ പറയണേ ശുഭോ? ക്യാഷിന് വേണ്ടേ? എടാ, വെറും 25,000 രൂപയ്ക്ക് സിനിമ ചെയ്യുന്ന കാലല്ലടാ. എൻ്റെ ലക്ഷ്യം ഉണ്ടല്ലോ അതുക്കും മേലെ. 0 ബഡ്ജറ്റ് സിനിമ, 5 പൈസ മുടക്ക് മുതലില്ലാതെ ഞാൻ സിനിമ ചെയ്ത് കാണിച്ചു തരാടാ. അപ്പൊ തിരിച്ചു കിട്ടുന്ന ക്യാഷൊക്കെ ലാഭം. നടന്ന ഒന്നും പറയാനില്ല,
കിട്ടും. എന്നാലും ചെറിയ ചെലവുകളൊക്കെ ഉണ്ട്. അതായത് താമസം, ഭക്ഷണം, വണ്ടി വാടക, അങ്ങനെ ചെറിയ ചെലവുകളൊക്കെ വരും. അതിനൊരു പ്രശ്നമുണ്ട്. എന്ത്? ഇതിനൊക്കെ ഒരാള് വേണം. നിന്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഉണ്ടോ? അതിനെന്റെ കയ്യിൽ ഒരാളുണ്ടല്ലോ. അതാരാ? അറുപിശുക്കനും അലവലാതിയും സർവോപരി അഭിനയമോഹിയുമായ എന്റെ അളിയൻ പ്രഹ്ലാദൻ. ആ പന്ന വല്ല ക്യാഷ് ഇറക്കും.